ഹേറ്റേഴ്സ് കൂടാൻ കാരണം ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത ഓർമ്മയില്ലേ ദാസേട്ടൻ കോഴിക്കോട്. ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് ലക്ഷ്മി നമുക്ക് ആ ഒരു പെർഫ്യൂം ഉണ്ടാക്കി തന്നത്. ഞാൻ പറഞ്ഞിട്ടാണ് അത് വ്ളോഗ് ചെയ്തതും, അതായത് വീഡിയോ പിടിച്ചത് ഞാൻ ചേട്ടൻ പറയാറുണ്ട് ഇത് എന്റെ ഗേൾഫ്രണ്ട് ആടാ, എന്റെ വാവൂട്ടനാടാ, ഞാൻ കെട്ടാൻ പോകുന്ന കുട്ടിയാടാന്നൊക്കെ പറഞ്ഞേക്കാം. ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ മൻമോഹൻ സിംഗ്. സോറി, എടാ ഞാൻ പറയാം, നരേന്ദ്രമോദി. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ആരാണ്? ഇനി വേറൊരു കാര്യം, ഇതെല്ലാം മാറ്റിയാട്ടെ, ഇനി ഒരു ഹാപ്പി മൊമെന്റ് പറയട്ടെ. പലരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം പറയട്ടെ. രേണു അഭിനയിച്ച ഒരു 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 എന്താ പറയുക, സീരീസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, രേണു അഭിനയിച്ച ഒരു സംഭവം ആദ്യമായിട്ട് റിലീസ് ചെയ്തത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ പേജിലാന്നുള്ള കാര്യം അറിയില്ലേ? ഇല്ല. അറിയില്ലേ? കൊല്ലം സുധീര ചുമ്മാ കൊസു എന്ന് പറയുന്ന ആ സീരീസിന്റെ ഫസ്റ്റ് ഇത് റിലീസ് ആയത് നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചേ? അതറിയാം, അത് ഞാൻ പെട്ടെന്ന് ഇപ്പോഴത്തെ ഓർത്തു. എനിക്കറിയാം, അത് ഞാൻ ഇപ്പോഴും സന്തോഷം വന്നത്. സുധിച്ചേട്ടന്റെ കൂടെ ആദ്യമായിട്ട് രേണു അഭിനയിച്ച കറക്റ്റ് ഞാൻ ഓർക്കുന്നു കേട്ടോ. ഇക്ക ഒരുപാട് താങ്ക്സ്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ഇത് പലർക്കും അറിയില്ല. താങ്ക്സ് പറഞ്ഞു മമ്മൂക്കാക്ക, താങ്ക്സ് പറഞ്ഞു. കാരണം ഇക്ക ആ സമയത്ത് സൂചിച്ചോട് ചാറ്റ് ചെയ്യുമ്പോഴേ, സൂചിച്ചോട് ചാറ്റ് ചെയ്യുമ്പോൾ മോൻ, എനിക്കൊരു മോൻ പിറന്നു ഋതുൽ, അപ്പം ചാറ്റ് ചെയ്യാറുണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഇക്ക പറഞ്ഞു പേരിട്ടോ, എന്നിട്ട് ലാസ്റ്റ് ബർത്ത്ഡേ ആന്ന് പറഞ്ഞപ്പം ഹാപ്പി ബർത്ത്ഡേ ഋതുൽ, ആ ഒരു വോയിസ് സൂചിച്ചേട്ടൻ അത് കൊണ്ട് നടക്കുമായിരുന്നു, ആ വോയിസ്, ഇക്കയുടെ വോയിസ്. അതുപോലെ ഈദുൽ ഫിത്തറോ എന്തോ ഈ ഈദ് മുബാറക്ക് എന്ന് പറയുന്നൊക്കെ അയച്ചു കൊടുക്കാൻ സൂചിച്ചേട്ടൻ. അതുപോലെ എന്റെ ബർത്ത്ഡേ അന്ന് തന്നെയാണ് ഇക്കാന്റെ ബർത്ത്ഡേ, സെപ്റ്റംബർ 7. അപ്പം അന്ന് സൂചിച്ചേട്ടൻ ഹാപ്പി ബർത്ത്ഡേ ഇക്ക എന്ന് പറയായിരുന്നു, ഞങ്ങൾ അയച്ചു കൊടുക്കുമായിരുന്നു. അപ്പൊ തിരിച്ച് താങ്ക്സ് പറയുമായിരുന്നു. കുറെ നേരം കഴിഞ്ഞിട്ടാണ് വാട്സാപ്പിൽ താങ്ക്സ് സൂചിച്ചേട്ടന്റെ നമ്പറിലോട്ട്. ഭയങ്കര സന്തോഷം ആ സമയത്ത് ഇക്ക മെസ്സേജ് അയക്കുമായിരുന്നു. അപ്പൊ എനിക്ക് സൂചിച്ചേട്ടനെ കുറച്ച് നാളത്തെ പരിചയമുള്ളൂ. അതിന് മുന്നേ അല്ലേ ഈ ഇക്കന്റെ കൂടെ 2-3 സിനിമ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സൂചിച്ചേട്ടൻ പറഞ്ഞ നല്ല സപ്പോർട്ടായിരുന്നു പറഞ്ഞു ഇക്ക. അതല്ലേ പേഴ്സണലി മെസ്സേജ് അയച്ചത്. അല്ലെങ്കിൽ ഇക്കൊക്കെ അത്രയും വലിയൊരു മനുഷ്യൻ സൂചന അത് എപ്പോഴും പറഞ്ഞു, അത്രയും വലിയൊരു മനുഷ്യൻ വൗട്ടെ എന്ന എൻ്റെ വാട്സപ്പിലോട്ട് ഒരു ഹായ് പോലും, ഒരു സ്മൈലി അയച്ച, സ്മൈലി ഒക്കെ അയക്കുമായിരുന്നു. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുമ്പോൾ സ്മൈലി, കൈകോപ്പ് നല്ല സ്മൈലി. അപ്പം ആ ഒരു എന്താ പറയുക, അത്രയും വലിയൊരു മനുഷ്യൻ സൂചിച്ചേട്ടനെ പോലുള്ളൊരു ആർട്ടിസ്റ്റിന് എന്നോട് പറയുന്നത്, വൗട്ട എന്നെ പോയി ആർട്ടിസ്റ്റിന് ഇങ്ങനെയൊക്കെ അയക്കാന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ് വൗട്ട. അതിനെ എനിക്ക് അത്രയ്ക്ക് ജീവനെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പറയാം. ഷെജീർ കൊല്ലയിലായിരുന്നു എന്റെ ഡയറക്ടർ അന്ന്. ഷെജീർ ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു, അതിന്റെ അപ്ഡേഷൻസ് ഒക്കെ കാണാറുണ്ടായിരുന്നു. 4 വെബ് സീരീസും 4ലും ഉണ്ടായിരുന്നു. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായപ്പോ കുറെ പലിശക്ക് കടമെടുത്തു. ആ സമയത്തൊക്കെയാണ് ലോക്ക്ഡൌൺ ടൈമും കടബാധ്യതയും കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ശരിക്കും പറഞ്ഞ ഒരുപാട് ആൾക്കാർ സൂചിച്ചേട്ടൻ പൈസ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയുണ്ടായി. ശരിക്ക് ഒരു ചെക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് മോഷണം പോയിട്ടുണ്ടോ? 2 ചെക്ക് മോഷണം പോയിട്ടുണ്ട് സൂചിച്ചേട്ടന്റെ പേരിലുള്ള. അതിൽ ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സൂചിച്ചേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അബദ്ധങ്ങൾ. ഇപ്പൊ എന്റെ വായിന്ന് വരുന്ന അബദ്ധം പോലെ സൂചിച്ചേട്ടന് കുറെ സുഹൃത്ത് ആരെയും കണ്ണടച്ച് വിശ്വസിക്കുമായിരുന്നു. സ്ത്രീക്ക് അറിയോന്നറിയില്ല, ആളങ്ങനെ മക്കളെ എന്ന് വിളിച്ചെല്ലാം കാരണം അതൊക്കെ ചെക്കൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അങ്ങനെ ചെക്ക് മോഷണം പോയിട്ടുണ്ട്. ഈ ചെക്ക് പലരും ഉപയോഗിച്ചിട്ടുണ്ട്. ചെക്ക് എടുത്തിട്ട് പോയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പോലും അറിയാതെ പൈസ ഒക്കെ ഇട്ട് കേസൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ സൂചന മരിച്ചതോടുകൂടി ആ കേസ്, കാരണം മരിച്ചതോടുകൂടി അതിന് എന്ത് ചെയ്യാനാ? ആ ടൈമിൽ സുചേട്ടൻ എന്താ പറയാറ് രേണുവിനോട്? ഇങ്ങനെ കേസുകളൊക്കെ പറയും, സുചേട്ട എന്നോട് ചോദിക്കും വാവട്ടെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്, വേറെ വല്ല പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞ് പോയാനടി വാവട്ടെ. ഞാൻ സുചേട്ടൻ എന്തിനാ വിഷമിക്കുന്നത്, ഞാനുണ്ട് കൂടെ, ഞാനും പോകായിരുന്നു ചേട്ടൻ്റെ കൂടെ ഈ വക്കീലിനെയൊക്കെ കാണാൻ പോകുമായിരുന്നു. സുചേട്ടൻ ഞാനുണ്ട് കട്ടയ്ക്ക്, നമ്മൾ ആരെ മോഷ്ടിച്ചിട്ടില്ല, കൊലപാതകം ചെയ്തിട്ടില്ല. ഒരുപാട് ആൾക്കാർ ലൈവ് ഒക്കെ വന്നിരുന്നു സുചേട്ടൻ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ടൈമിൽ സുചേട്ടന്റെ അവസ്ഥ എന്തായിരുന്നു? ഞാൻ കൂടെ ഉള്ളതുകൊണ്ട് ആള് പിടിച്ചിരുന്നു. വീട്ടുകാരും ഉണ്ടായിരുന്നു കൂടെ, ഞങ്ങളുടെ വീട്ടുകാരും ആളുടെ വീട്ടുകാരും. കരയൊക്കെ ചെയ്യായിരുന്നു ആൾ എൻ്റെ മുന്നിൽ അങ്ങനെ
എന്നെ കരയിക്കണ്ടല്ല, എന്നെ വിഷമിപ്പിക്കണ്ട എന്നുള്ള രീതിയിൽ. എന്നിട്ട് എന്നോട് പറയുന്നത്, വാവട്ടെ എന്ത് വന്നാലും സൂയിസൈഡ് ചെയ്യത്തില്ല നമ്മൾ, അങ്ങനെ പറയായിരുന്നു. തല്ലിക്കൊന്നാലും വാവട്ടെ നമ്മൾ സൂയിസൈഡ് ചെയ്യില്ല, നമ്മൾ ഇങ്ങനെ തന്നെ മുന്നോട്ട്, നമ്മൾ ആർക്കും ഒന്നും ചെയ്തിട്ടില്ല വാവട്ടാ, ഇങ്ങനെ പറയാം, നമുക്ക് ആർക്കും ഒന്നും ചെയ്തിട്ടില്ല വാവട്ടെ, നമ്മൾ മുന്നോട്ട് പോകും, നമ്മൾ സൂചിച്ചാട്ടാ നമ്മൾ ഇങ്ങനെ തന്നെ പോകണം എന്ന് പറഞ്ഞു. പൈസ കൊടുക്കാതെ കുറേ പേര് പറ്റിച്ചിട്ടില്ലേ? വർക്കിനൊക്കെ സൂചിച്ചാട്ടാ ഈ പൈസ പറഞ്ഞ് മേടിക്കത്തില്ലായിരുന്നു. ഞാൻ അറിഞ്ഞിട്ടുള്ളത് സഹപ്രവർത്തകരിൽ നിന്ന് അറിയാം, എന്നോട് ഈ കണക്കും കാര്യങ്ങളൊന്നും പറയും. ഞാൻ കുഞ്ഞാന്ന് പറഞ്ഞാൽ ഈ 15 വയസ്സിന് ഡിഫറൻറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും എന്നോട് ഈ ആധികാരികമായിട്ടൊന്നും പറയില്ല. ആളെപ്പോഴും ഞാൻ കുഞ്ഞ്, ഞാൻ ചേട്ടാ എന്നെ വല്ലപ്പോഴെങ്കിലും ഭാര്യയായിട്ട് കാണില്ല വാവട്ടെ, നീ എൻ്റെ കുഞ്ഞാന്ന് പറഞ്ഞു. ആളെൻ്റെ അടുത്ത് വലിയ അതായത് ടെൻഷനുള്ള കാര്യങ്ങളൊന്നും എന്നോടും പറയില്ലായിരുന്നു. ആളെപ്പോഴും ഉള്ളിൽ ഒതുക്കി എന്തെങ്കിലും പറഞ്ഞാൽ എന്ത് വസൂച്ചോട്ടെ, എനിക്ക് ഇനി നിന്നോടൊന്നും പറയുന്നില്ല വാവട്ടാ, ഞാൻ തന്നെ മനസ്സിൽ വെച്ചോളാം എന്ന് പറയായിരുന്നു. ഇപ്പോൾ സുചേട്ടൻ എവിടെ വരുന്ന എല്ലാം കാണുന്നുണ്ടെന്നൊരു വിശ്വാസത്തിലാണ് ഈ ഇറങ്ങിയിരിക്കുന്നത്. എവിടെ വരുന്ന ആ 2 കണ്ണുകൾ എന്നെ വീക്ഷിക്കുന്നുണ്ട്, കാരണം എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. അവട്ടെ ഞാൻ മരിച്ചാലും ഞാൻ എൻ്റെ 2 കണ്ണുകൾ നിന്റെ കൂടെ തന്നെ കാണും. ശരിക്കും എനിക്ക് തോന്നുന്നത് രേണുവിന് ഒരു ഹേറ്റേഴ്സ് ഉണ്ടാവാൻ തുടങ്ങിയത് എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മിയുടെ ഒരു വ്ളോഗുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായി. അതിന് ശേഷം ഹേറ്റേഴ്സ് കൂടാൻ കാരണം ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത ഓർമ്മയില്ലേ, ദാസേട്ടൻ കോഴിക്കോട്, അത് പീക്കിലേക്ക് എത്തി. പക്ഷേ അതിന്റെ അപ്പുറം എത്തി. സ്റ്റാർട്ടിങ്ങിൽ ഒരു ഈ സംഭവം വന്നത് ഇപ്പോൾ ലക്ഷ്മിയുടെ ആ ഒരു വ്ളോഗിന്റെ ടൈമിൽ ഭയങ്കരമായിട്ട് പെർഫ്യൂമിന്റെ ഇത് ആക്ട്, കാരണം ഓൾറെഡി അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതൊരു വ്ളോഗിന് വേണ്ടി ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അതിന് രേണുവും കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് അത് ഷൂട്ട് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു കാരണത്താലാണ് അത് അത്രയും വിവാദങ്ങൾ തുടങ്ങിയത്. അവിടെ നിന്നായിരുന്നു തുടക്കം, ഓർക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് അത് ആ ഒരു ചിന്നു ലക്ഷ്മി നമുക്ക് ആ ഒരു പെർഫ്യൂം ഉണ്ടാക്കി തന്നത്. ഞാൻ പറഞ്ഞിട്ടാണ്, ഞാൻ പറഞ്ഞിട്ടാണ് അത് വ്ളോഗ് ചെയ്തത്. അതായത് വീഡിയോ പിടിച്ചത് ഞാൻ, കാരണം ഒരുപാട് പേർക്ക് ആഗ്രഹം കാണും ഇതിനെപ്പറ്റി അല്ലേ, അവരുടെ പ്രിയപ്പെട്ടവർ വിട്ടുപോരിഞ്ഞവരൊക്കെ, അവർക്കൊക്കെ ഇതൊക്കെ വലിയ കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അറിവാകട്ടെ എന്നോർത്താണ് ഞാനും പറഞ്ഞത്. എനിക്ക് എൻ്റെതായിട്ടുള്ള ശരികളുണ്ട്, എൻ്റെതായിട്ടുള്ള ന്യായങ്ങളും ഉണ്ട്, അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ തെറ്റായിട്ട്. പക്ഷെ അന്ന് വന്നിരുന്നതെല്ലാം ഇതൊരു കണ്ടന്റാക്കി, ഇത് യൂട്യൂബിലിട്ട് റവന്യൂ കിട്ടുന്നറിയാം, അതുകൊണ്ട് ഇതൊരു കണ്ടന്റാക്കി സുചേട്ടൻ്റെ ആ ഒരു വിട്ടുപോയ ആൾക്ക് ചിന്നുവിന് അങ്ങനെ റവന്യൂ കിട്ടിയെന്ന് വെച്ചോട്ടെ, കിട്ടിയാൽ പോലും ഞങ്ങൾക്ക് ആ 1 വർഷത്തോളം ആ കുട്ടി എല്ലാ മാസവും ഒരു തുക ഞങ്ങൾക്ക് തരുന്നുണ്ടായിരുന്നു. അതെന്തിനാണ്? ആ കുട്ടിക്ക് ആത്മാർത്ഥ സ്നേഹമുള്ളത് കൊണ്ടല്ലേ. അതായത് സ്റ്റാർ മാജിക് ഉള്ളിടത്തോളം കാലം നമുക്കത് തന്നുകൊണ്ടിരുന്നു. സ്റ്റാർ മാജിക് നിർത്തിയല്ലോ, നിർത്തിപ്പോയി. നമുക്ക് സ്വന്തം കാലം എനിക്ക് നിൽക്കാറുമായല്ലോ. ആ 1 വർഷത്തോളം ആ കുട്ടി ആ പൈസ, ആ റവന്യൂവിന് തന്നെയല്ലേ ആ കുട്ടി തരുന്നത്, അല്ലെങ്കിൽ ആ സ്റ്റാർ മാജിക്കിന് തന്നെയല്ലേ ആ കുട്ടി തരുന്നത്. മനസ്സിലായോ? എല്ലാ മാസവും തരുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇത് എന്തൊക്കെ കണ്ടന്റ് പുറത്തു പോന്നാലും അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂന്നൊരു ഷെയർ എന്തായാലും നിങ്ങളെ കൂടി നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെ 1 വർഷത്തോളം സുധിച്ചേട്ടൻ മരിച്ച് ആ 1 വർഷത്തോളം ചിന്നു നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തായിരുന്നു എല്ലാ മാസവും. ഞാൻ ചോദിക്കും എന്തിനാ ചിന്നു, ഇല്ല ഇത് എൻ്റെ ഒരു ഇതാണ്, സ്റ്റാർ മാജിക് ഉള്ളിടത്തോളം കാലം ഞാൻ ഇങ്ങനെ തരും. അത് ആ കുട്ടിയുടെ മനസ്സ്. ആ 1 വർഷത്തോളം എനിക്ക് വേറെ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ഇപ്പം അത് കഴിഞ്ഞിട്ടാണ് ഈ അഭിനയത്തിലോട്ട് ഞാൻ വരുന്നതും കാര്യങ്ങളും. അപ്പം ഇപ്പം സ്വന്തം കാലം നിൽക്കാറായി ചെറുതായിട്ട്. ഞാനിപ്പോൾ പറഞ്ഞ എൻ്റെ ബാലൻസ് കണ്ടല്ലോ, സ്വന്തം കാലം നിന്ന ബാലൻസ്. തീർച്ചയായിട്ടും. മറ്റേ ദാസേട്ടൻ കോഴിക്കോട് പുള്ളിയായിട്ടുള്ള ഇതിന് ശേഷമുള്ള വിവാദങ്ങൾ, ഇത് വൻ വിവാദമായിരുന്നു. കുറച്ച് നാളത്തേക്ക് സോഷ്യൽ മീഡിയയിൽ പിന്നെ അനുഭവിച്ച ആളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. ദാസേട്ടൻ കോഴിക്കോടിനെ കുറിച്ച് പറഞ്ഞേ, ആ ഒരു മനുഷ്യനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഒരു ചേട്ടൻ്റെ സ്ഥാനമാണ് ആള് പാവം. നമ്മളെന്താ പറയുക, സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു റീൽ ഇറങ്ങിയതോടുകൂടി ആൾ പറയുന്ന സത്യമാണ്. ഞാൻ വെറും വീഡിയോ അതായത് വീട്ടിലിരുന്നുകൊണ്ട് റീൽ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഒരു പ്രൊഫഷണൽ റീലിലേക്ക് എത്തിച്ചത് ദാസേട്ടൻ കോഴിക്കോടാണ്. ഒരു റീമേക്ക് വീഡിയോ. അത് പക്ഷെ ഇത്ര വൈറലാകുമെന്നോ വിവാദമാകുന്നോ ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തില്ല, ചെറിയ രീതിയിൽ എന്തെങ്കിലും. പക്ഷെ അതോടുകൂടി പിടിച്ച് കയറുമായിരുന്നു, എന്തൊക്കെയോ പടപടാന്ന, പിന്നെ അപവാദങ്ങളായി, പിന്നെ അതിനകത്ത് വന്ന വൾഗർ രീതിയിലുള്ള കമൻസ് കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ പോയി ഇങ്ങനെ വന്നു. അതോടുകൂടി വൾഗർ ഭയങ്കരമായിട്ട് കേട്ടുകൊണ്ടിരുന്നു. അത് ചെയ്യുമ്പോൾ രേണുവിന് അറിയായിരുന്നു ഇത് ചിലപ്പോൾ എനിക്ക് പബ്ലിക്കിൻ്റെ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊരു തോന്നലുണ്ടായിരുന്നു? എന്ന് തോന്നില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങൾ അത്ര ഇത്. കാരണം ഞാനത് അന്നേരം ഞാനൊരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്. ഞാൻ പഠിച്ചിട്ടുണ്ടോ ആക്ടിങ്? അങ്ങനല്ല, തിയേറ്റർ ഞാനൊരു പ്രൊഫഷണൽ നാടക ആർട്ടിസ്റ്റാണ്. കൊച്ചിൻ സംഘമിത്ര എന്ന് കേട്ടിട്ടുണ്ടോ? കൊച്ചിൻ സംഘമിത്രയുടെ 50ാമത്തെ വർഷത്തെ നാടകം ഇരട്ട നഗരത്തിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം
സ്റ്റേജ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വർഷം, ഈ കഴിഞ്ഞ വർഷത്തെ നാടകത്തിൽ ഈ ഒരു മെയ് കൊണ്ടാണ് എൻ്റെ എഗ്രിമെന്റ് കഴിഞ്ഞത്. ഞാനൊരു നാടക ആർട്ടിസ്റ്റാണ്. കൊച്ചിൻ സംഗമിത്രയിലെ സതീഷ് സംഗമിത്ര സാറാണ് എന്നെ വിളിച്ചതും. ഞാനതിൽ 19 സ്റ്റേജോളം കഴിഞ്ഞിട്ടിരിക്കുന്ന വ്യക്തിയാണ്. ഒരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്. ഈ രജിത് സാറായിട്ടുള്ള കണക്ഷൻ എന്താ? ഓക്കെ, സാറുമായിട്ട് ഞാൻ നേരിട്ട് കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഈ ചേഞ്ച് എന്ന് പറയുന്ന മൂവിയുടെ ലൊക്കേഷനിലാണ് ആദ്യമായിട്ട് ഒരുപാട് സംസാരിക്കുന്നത്. അതിന് മുന്നേ ഞാൻ നാടകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പം ആലുവ ടാസ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ടാസ് ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ ഈ നാടകമൊക്കെ കളിക്കും. അപ്പം ഞങ്ങൾ നാടകം റിഹേഴ്സൽ ടൈമിൽ ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ കൂടെ അഭിനയിക്കുന്ന സാവിത്രി എന്ന് പറഞ്ഞ ചേച്ചിയായിട്ട് ഞാൻ ഷോപ്പിലോട്ട് ഇങ്ങനെ പോയപ്പം ഒരാളിങ്ങനെ വണ്ടിയിൽ വരുന്നു, അമ്പലത്തിൽ. അപ്പം നല്ല പരിചയമുള്ള രജിത് സാർ. അപ്പം പണ്ടത്തെ രജിത് സാർ അല്ലല്ലോ ഇപ്പം, ആളൊത്തിരി മാറിയല്ലോ. നല്ല പരിചയമുണ്ടല്ലോ, ഇത് തന്നെയാണോ എന്ന് ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു. പുള്ളി ഇങ്ങനെ നോക്കി, സൂക്ഷിച്ച് നോക്കി, ഞാനും നോക്കി, പുള്ളി നോക്കി. പുള്ളിക്കറിയാം സൂചാണ്ട വൈഫാണെന്ന്. സൂചാണ്ടുമായിട്ട് കോൺടാക്ട് ഉണ്ടായിരുന്നു സ്റ്റാർ മാജിക്കിൽ. അവരൊരുമിച്ച് ഭയങ്കര കൂട്ടായിരുന്നു. അവര് സൂചാണ്ടും വന്ന് പറയായിരുന്നു. സൂചാണ്ട് അപ്പൊ എനിക്കറിയില്ലല്ലോ, സൂചാണ്ട വന്ന് രജിത്തേട്ടൻ്റെ കാര്യമൊക്കെ പറയായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, രജിത്തേട്ടനല്ലേ? അപ്പൊ എന്നോട് നോക്കി ഞാൻ പറഞ്ഞു, സൂചാണ്ട വൈഫ് ആണോ മക്കളെ? ശരി ഓക്കെ. അപ്പം ഞാൻ സാറെന്ന് വിളിച്ചപ്പോൾ എന്നോട് ആർട്ടിസ്റ്റാന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ആർട്ടിസ്റ്റ് അല്ലേ കുട്ടി, സാറെന്ന് വിളിക്കേണ്ട ചേട്ടാന്ന് വിളിച്ചാൽ മതി എന്ന്. എന്നെ സാധാരണ അല്ലാത്തൊരു സാറെന്ന് വിളിച്ചോട്ടെ, ആർട്ടിസ്റ്റുകൾ അല്ലാത്തൊരു സാർ എന്നോട് അങ്ങനെ പറഞ്ഞത്. ആർട്ടിസ്റ്റുകളല്ലേ, ഇത് ആർട്ടിസ്റ്റ് അല്ലേ, ഞാനിപ്പോൾ സംഗമിത്രയിലെ ആർട്ടിസ്റ്റാന്ന് പറഞ്ഞു. അപ്പം സന്തോഷം, വളരെ സന്തോഷം. അങ്ങനെ ഒന്ന് പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ മെസ്സേജ് അയക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ചേഞ്ചിൽ വന്നപ്പോഴാണ്, ചേഞ്ച് എന്ന് പറഞ്ഞ സിനിമയിൽ വന്നപ്പോഴാണ്, അതിൻ്റെ പൂജയുടെ സമയത്താണ് ഞാനും ദാസേട്ടൻ കോഴിക്കോടും ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോഴാണ് ഈ രജിത്തേട്ടനെ കാണുന്നതും കൂടുതൽ സംസാരിക്കുന്നത്. അതിനുശേഷം ദയാവധോ എന്ന് പറയുന്നൊരു മൂവിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജിൻഡു ആണ് അതിൻ്റെ മെയിൻ ക്യാരക്ടർ. ഞാൻ നല്ലൊരു ക്യാരക്ടറാണ്. നമ്മുടെ അല്ലല്ല, ഞാനൊരു ക്യാരക്ടർ വേഷം ചെയ്യുന്നു. നമ്മൾ നായികയാകാനുള്ള ആളൊന്നും ഇല്ലടേ. അങ്ങനെയല്ല, നമ്മളൊരു ക്യാരക്ടർ വേഷം ചെയ്യുന്നു. അപ്പം നന്ദകിഷോർ സാർ, അതൊരു വെറൈറ്റി കഥയാണ്. നന്ദകിഷോർ സാറിനെ അറിയത്തില്ലേ? ഏതാ നമ്മുടെ പണ്ടത്തെ കസ്തൂരിമാനത്തെ അച്ഛൻ, മുറ്റത്തെത്തും വെള്ളം മഴവെള്ളം, അത് അച്ഛനെ അങ്ങനെ പറഞ്ഞാലേ അറിയത്തുള്ളൂ. ആള് നല്ല മനുഷ്യനായിട്ടോ, ആളൊക്കെ അഭിനയിക്കുന്ന ആളാണ് മെയിനായിട്ട് ചെയ്യണത്. ജിൻഡോ ആണ് നായകൻ. അപ്പം അങ്ങനെ ഒരു ഇതിൽ അപ്പം ഡയറക്ടർ മഹേൻകർ കച്ചേരി, 2 പേരുണ്ട് ഡയറക്ടേഴ്സ്, സുഭാഷ് ശിവ. അപ്പം ഞാനിങ്ങനെ സംസാരിച്ചു, ഞാൻ പറഞ്ഞു പിന്നെ രജിത്തേട്ടൻ്റെ കാര്യം ഇങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പം രജിത്തേട്ടൻ തന്നെ സമ്മതിക്കുന്നുണ്ട്, രേണുസുതിയാണ് എനിക്ക് ഈ സിനിമയിലേക്ക് അവസരം മേടിച്ചു തന്നത്, ചേട്ടനെ സമ്മതിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ രജിത്തേട്ടന് നല്ലൊരു ക്യാരക്ടർ കിട്ടി അതിനകത്ത്. അങ്ങനെയാണ് കൂടുതൽ സംസാരിക്കുകയും. ഒരു ദിവസം അമ്പലത്തിലൊക്കെ ഒരുമിച്ച് പോയി, രജിത്തേട്ടൻ തൊഴുതു, ഞാൻ വെളിയിൽ നിന്ന്, ഞാൻ അകത്ത് കയറിയില്ല, വെളിയിൽ നിന്നു. അപ്പോൾ ഒരു ഫോട്ടോ ഞങ്ങൾ എടുത്തു, സെൽഫി, അതും വിവാദമായി, ഭയങ്കര കമന്റ്സ് ഒക്കെ ആയിരുന്നു. അങ്ങനെ കൂട്ടായതാണ് രജിത്തേട്ടൻ. അല്ലാതെ ഞാൻ ഓവറായിട്ട് കോൾ ചെയ്യാനോ അങ്ങനത്തെ ഒരു കൂട്ടല്ല, കാണുമ്പോൾ ഉള്ള കൂട്ട്. അതിപ്പം രജിത്തേട്ടനോടൊന്നല്ല, ജിൻഡോ ആയിട്ടും ഫ്രണ്ട്ഷിപ്പാണ്, പ്രതീക്ഷുമായിട്ട് നല്ല കൂട്ടാണ്, ദാസേട്ടനുമായിട്ട് കൂട്ടാണ്. അതൊക്കെ വല്ലപ്പോഴും ആവശ്യങ്ങൾ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സംസാരിക്കുന്നുണ്ട്, കാണുമ്പോൾ സംസാരിക്കാം. അന്ന് ശരിക്കും വണ്ടിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ മടിയിലിരിക്കുന്നു, രജിത്തേട്ടൻ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നു. ഇതൊക്കെയായിരുന്നു അന്നത്തെ വിവാദമായ വീഡിയോസ്. അതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നത്? അതൊക്കെ ഒരു സിറ്റുവേഷൻസ് ആണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അന്ന് നമുക്ക് വണ്ടിയില്ലല്ലോ. അപ്പം രജിത്തേട്ടൻ കാറിൽ നമ്മൾ ആ പ്രമോഷന്റെ ഭാഗമായിട്ട് വന്നതാണ്, ഒരു ഫാഷൻ ഷോയിൽ ദയാവധത്തിന്റെ പ്രമോഷന്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പൊ ഈ ചേച്ചിക്കും ചേച്ചിയുടെ ഹസ്ബൻഡ് പുറകിരിപ്പുണ്ട്. പിന്നെ ഞങ്ങൾ ആ താമസിക്കുന്ന വീട്ടിലെ ഒരു സൂനമ്മ എന്ന് പറയുന്ന അമ്മയുണ്ട്, അമ്മയും പുറകിലുണ്ട്, ഞാനും. അപ്പം ഇടയിൽ രജിത്തേട്ടൻ്റെ കുറെ സാധനങ്ങളൊക്കെ ഈ കാറിനകത്താണ് വെച്ചേക്കുന്നത്. ഒരു വീട് പോലെയാണ് ഈ കാർ. ചേട്ടൻ ഡ്രൈവിംഗ് സീറ്റിലുണ്ട്. നമ്മൾ എന്താ പറയുക സംസാരിച്ചുകൊണ്ട് ഈ ചേച്ചിയുടെ മടി, ഈ ചേച്ചിനെ ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇറക്കി വിടണം. ഇവരെ 2 പേര്, ഇവർക്ക് വീട്ടിൽ പോകണം, കൊല്ലത്ത് പോകണം, ഈ ചേച്ചിക്കും ചേട്ടനും ഭർത്താവുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് വേറെ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഇരുന്നത്. അതിനകത്ത് എനിക്ക് അത് ഒരു പ്രത്യേകതയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല, ഒരു വെറൈറ്റി ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, എന്താ ഇതെന്താണ് മേത്തൊരു മറ്റേ കീ ചെയിനോ ഏലസോ എന്തത്? ഇതോ കവറിൽ പൊതിഞ്ഞിട്ടേക്കണ ഇത് എന്തുന്നത്? കൂടോത്രോ? എന്റെ പൊന്നെ, ഇതെങ്ങനെ കണ്ടുപിടിച്ച്? ഇത് എനിക്ക് കാണാലോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ, എന്റെ കണ്ണിന് കാഴ്ചയുണ്ട്. അയ്യോ, ഇത് ഞാൻ ഇതേ എന്റെ പൊന്നെ ഇത് പറഞ്ഞപ്പോളെ ഈ ഡ്രസ് എങ്ങനെ ഉണ്ട്? ഞാൻ വെറൈറ്റി ഡ്രസ്, നല്ല ഡ്രസ്. ഇത് ആരാ മേടിച്ചത്? ഓക്കെ, അത് പറയാം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചിങ്ങനെ വരുവാണേ. എനിക്ക് കുറെ ബാഗൊക്കെ ആയിട്ട്, എനിക്ക് ഒന്നാമത് ഇച്ചിരി വല്ലേ ഉള്ളൂ. ഞാൻ വലിയൊരു ബാഗ്, 2 കയ്യിൽ വേറൊരു ബാഗ് എല്ലാം തൂക്കിക്കൊണ്ടല്ലേ വരും. കാരണം എനിക്ക് ഒരു ദിവസം ഷൂട്ടാണ്, ഒരാഴ്ചത്തെ ഷൂട്ട് ഇങ്ങനെ മാറി മാറി വരും. അപ്പൊ അതിലുള്ള എല്ലാ ഡ്രസ്സ് നമ്മളല്ലേ കൊണ്ടുപോകേണ്ടത്, നമുക്ക് വേറെ ഡ്രസ്സൊന്നും കിട്ടൂലല്ലോ. നമ്മൾ നമ്മുടെ ഡ്രസ്സ് വേണം കൊണ്ടുപോകാൻ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അനിയത്തിമാരുടെ ഒക്കെ ഡ്രസ്സ്, കൂട്ടുകാരുടെ ഒക്കെ ഡ്രസ്സാണ് ഞാൻ ഈ ഇടുന്നത്.
ഇതെല്ലാം കൊണ്ടുവന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ എറണാകുളത്തുള്ള കരീഷ്മ എന്ന അവളുടെ പേര്. ആളിത് കണ്ടിട്ട് എന്നെ കണ്ടിട്ട് ഭയങ്കര വിഷമം. ഇടി നീ വല്ലതും കഴിച്ചോ? അവൾ എന്നെ കൊണ്ടുപോയി ഫുഡ് മേടിച്ചു. നമുക്ക് ഭയങ്കര വിഷമം. കാരണം ഇങ്ങനെ മുഷിഞ്ഞൊരു ഡ്രസ്സ്, കാരണം ഞാൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് അവൾക്ക് സങ്കടം വന്നിട്ട് ഞാൻ പറഞ്ഞു വേണ്ടടി വേണ്ട, എനിക്ക് ഒരു 300 രൂപയുടെ കൂടുതൽ ഡ്രസ്സ് മേടിച്ചാൽ എനിക്ക് ടെൻഷനാണ്, വേണ്ട വേണ്ട. അവൾ പറഞ്ഞു എന്തുവാടി ഇത് നല്ല വിലയുടെ ഡ്രസ്സ്, ട്രെൻഡ്സിൽ നിന്ന് അങ്ങനെ മേടിച്ചത്, ഇതിനെന്തോ 1000 2000 സംതിങ്, ഇതിനും അങ്ങനെ തന്നെ. നിങ്ങൾക്കറിയാം എനിക്ക് ഈ ഡ്രസ്സിൻ്റെ വിലയൊന്നും എനിക്കറിയില്ല. ഒക്കെ മേടിച്ചു വന്ന് എനിക്ക് ഭയങ്കര, കാരണം നമ്മളെ സ്നേഹിക്കുന്ന ഇത്രയും നല്ല ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര എൻ്റെ കണ്ണ് നിറഞ്ഞു. അവൾ എന്നെ വിളിച്ചോണ്ട് പോയി ഫുഡൊക്കെ തരുവാ, ഫുഡ് മേടിച്ച് തന്ന്. അവള് കരീഷ്മ എന്നാ പേര്. ഒരുപാട് താങ്ക്സ് കരീഷ്മ. അവള് പറഞ്ഞ താങ്ക്സ് ഒന്നും എനിക്ക് വേണ്ട, കാരണം അവളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മളെയൊക്കെ സ്നേഹിക്കുന്നുണ്ട്, നമ്മളെ ഇപ്പൊ എത്രയോ നല്ല ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട്. അല്ല ഞാൻ ചോദിച്ചതല്ല, അതിന്റെ ഒപ്പം കിട്ടിയാണോ ഈ ഏലസ്? ഏലസ് അല്ല ഇത് ഈ സാധനത്തെ എനിക്ക് തോന്നുന്നു ഈ ബട്ടൺസ് കണ്ടോ, ഈ ബട്ടൺസ് പൊട്ടി പോകുമ്പോ ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇടുന്ന ഈ ഡ്രസ്സ്. അത് പൊട്ടിച്ചു നോക്ക്, അതിന് തൂക്കിട്ടുണ്ട് പൊട്ടിക്കല്ലേ എന്റെ ദൈവമേ, അതും കൂടി ഞാനും കൂടി അറിയിപ്പോ. രേണുസുധീര ഉടുപ്പില് ബട്ടൺസ് വലിച്ചു പൊട്ടിച്ച അവതാരകൻ എന്നൊക്കെ എന്റെ അമ്മോ. മറ്റേ നമ്മുടെ ആ എന്താ എലസല്ല ആ ബട്ടൺസ് ആ സംഭവം കാണിച്ച് നല്ല രസമുണ്ട്, കവറിലാക്കി പൊതിഞ്ഞു വെച്ചേക്കുന്നത്. ഇന്നല്ലേ ഇട്ടത്, ഇതിട്ടോണ്ട് പുറത്ത് റോട്ടിൽ കൂടെ ഒക്കെ വന്നായിരുന്നു. സ്റ്റുഡിയോയിൽ വന്നിട്ടാണ് കേട്ടെ. ഓക്കെ ഭാഗ്യം. ഇതിട്ടോണ്ട് പുറത്തേക്ക് കയറുമ്പോൾ അത് ഊരി വെച്ചേക്കട്ടെ. ഫ്ലൈറ്റിൽ കയറിയായിരുന്നു എപ്പോഴെങ്കിലും? പണ്ട് പഠിച്ചോണ്ട് ഏവിയേഷൻ പഠിച്ചപ്പോൾ കയറിയിട്ടുണ്ട്. ഏവിയേഷൻ പഠിച്ചിട്ടുണ്ട്. ഏവിയേഷൻ പഠിച്ചിട്ട് പിന്നെ എന്താ മുമ്പോട്ട് വാങ്ങേ? അന്നേരല്ലേ സൂചേട്ടൻ വന്ന് അപ്പോഴത്തേക്കും പ്രേമമായി. എയർടെലിൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? അത് എപ്പോഴായിരുന്നു? എയർടെലൊക്കെ സൂചേട്ടൻ വരുന്നതിനൊക്കെ മുന്നേ എയർടെലിലും ഐഡിയയിലും വർക്ക് ചെയ്ത്. നമസ്കാരം ഐഡിയ, താങ്കളുടെ സഹായത്തിനായി ഞാൻ രേഷ്മ. പറഞ്ഞോളൂ സർ. ഓക്കെ സർ, പറഞ്ഞെല്ലാം ക്ലിയർ ആയില്ലേ? ഓക്കെ സർ, ഐഡിയയിലേക്ക് വിളിച്ചതിന് നന്ദി, ശുഭദിനം. ഇങ്ങനെയാണോ പറയുന്നത്? ഇത് അതിന്റെ കസ്റ്റമർ കെയറില്ലേ? ഓ ഓക്കെ. കൂടെ അന്ന് ആരോ ഒരു സെലിബ്രിറ്റി ആരോ എയർടെലിലായിരുന്നു. എയർടെൽ ആരായിരുന്നു അന്ന്? സെലിബ്രിറ്റി അല്ലായിരുന്നു അവള്. ആരായിരുന്നു അന്ന് കൂടെ? ഹനാൻ, ബിഗ് ബോസ് താരം. നമ്മുടെ ഹനാനായിരുന്നു എന്റെ ഫ്രണ്ട്. അന്ന് ഇപ്പോഴും ഹനാനായിട്ട് എങ്ങനെ കോണ്ടാക്ട് ഉണ്ടോ? ഇപ്പം കോണ്ടാക്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു കാണുമ്പോൾ ഉള്ള ഫ്രണ്ട്ഷിപ്പ് തന്നെ അത്. കാരണം ഞാൻ അവരെ ആരെയും അല്ല എന്നെയും വിളിച്ചാരും അങ്ങനെ ഫോണിൽ കൂടെ എനിക്ക് അധികം ഫ്രണ്ട്ഷിപ്പ് ഇല്ല, സത്യമായിട്ടും ഇല്ല. ഒന്നാമത്തെ കാര്യം 100 കൂട്ടം ചിന്തകളും ഭാരങ്ങളും ഒരുപാട് ടെൻഷനും അനുഭവിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇത്ര അധികം ചിന്തകൾ എനിക്ക് മനസ്സിലാവുള്ള എന്തിനെ കുറിച്ചായിരുന്നു? ഫാമിലി ഓക്കെ, അല്ലാണ്ട് ഇതിനെ കുറിച്ച് ഈ ചിന്തകൾ ഈ പുറമേ നിന്നുള്ള ഈ ബ്ലാ 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 ഒന്നും ബാധിക്കുന്നില്ലെങ്കിൽ പോലും അത് ചിന്തയിൽ വരാറുണ്ട്. അതൊക്കെ ചിന്തിച്ചാണ് നടക്കുന്നത്. അങ്ങനെയല്ല, എനിക്ക് പൊതുവെ അങ്ങനെ ഫോൺ ഞാൻ കോള് ചെയ്യാതെ, എനിക്ക് എന്നെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഒരു 5 മിനിറ്റ് കൂടുതൽ ഞാൻ സംസാരിക്കൂല. അത് എൻ്റെ 10 വർഷം മുന്നുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ ഞാനൊരു ഡയറക്ടറാണ്. രേണു ഒരു കഥ പറയാട്ടെന്ന് പറഞ്ഞ് വിളിച്ച് 5 മിനിറ്റ് കഴിയുമ്പോൾ പറയോ മതി നിർത്തൂ, 5 മിനിറ്റിൽ കൂടുതൽ സംസാരിക്കുള്ളൂ. ഞാൻ വർക്കിന്റെ കാര്യത്തിന് മാത്രമേ ഫോൺ എടുക്കാറുള്ളൂ, സംസാരിക്കാറുള്ളൂ. ചില സമയങ്ങളിൽ നമ്മൾ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യണമല്ലോ. അതെ, അതല്ലേ മനുഷ്യര്. അതെ. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ മോൻ കിച്ചു ആയിട്ട് എന്തെങ്കിലും വിഷയമുണ്ടോ? എന്തിന്? അവൻ എൻ്റെ മോനല്ലേ, അവനുമായിട്ട് എന്ത് വിഷയം? ഞങ്ങൾ തമ്മിൽ നല്ല ബോണ്ടാണ്, നല്ല രീതിയിൽ പോകുന്ന അമ്മ മകൻ. കാരണം എനിക്ക് സുചേട്ടൻ്റെ ആ ഒരു നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരാഴ്ച കാലഘട്ടം, ഒരാഴ്ചയോളം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിട്ടുണ്ട്. ഞാൻ സുചേട്ടനായിട്ട് ഒരു വർക്കുമായി ബന്ധപ്പെട്ട് ഒരുമിച്ചുണ്ടായിട്ടുണ്ട്. അപ്പോൾ അടുത്തടുത്ത റൂമിലായിരുന്നു അവര്. അന്ന് ശ്വാസിൽ ഞങ്ങൾ വേറൊരു വർക്കിന്റെ ഭാഗമായിട്ട് ഇവിടെ എഴുത്തും കാര്യങ്ങളും നടക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അന്ന് കിച്ചു കൂടെയുണ്ട്. കിച്ചുവിന് 13 വയസ്സാണ്. അന്ന് രേണു വിളിച്ചു തുടങ്ങിയത്, അന്നാണ് സൂചേട്ടനെ വിളിച്ചു തുടങ്ങിയത്. സൂചേട്ടന്റെ ലൈഫിലോട്ട് വരുന്നത് സൂചേട്ടനെ ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. സൂചേട്ടൻ പറയാറുണ്ട്, ഇത് എന്റെ ഗേൾഫ്രണ്ടാടാ, എന്റെ വാവൂട്ടനാടാ, ഞാൻ കെട്ടാൻ പോകുന്ന കുട്ടിയാടാന്നൊക്കെ പറഞ്ഞേക്കാം. അന്ന് എനിക്കൊന്ന് കിച്ചുവിന് 13 വയസ്സേ കണ്ടുള്ളൂ. അന്ന് തൊട്ട് കിച്ചുവിനെ കുറച്ച് കാലങ്ങളായിട്ട് എനിക്കറിയാം ഭയങ്കര ഇഷ്ടമായിരുന്നു. കിച്ചു ഭയങ്കര സ്നേഹത്തോടെ അമ്മ എന്ന് പറഞ്ഞ് സംസാരിക്കും. ആദ്യം അവനാണ് എന്നെ വിളിച്ചത്. ആ കുട്ടീനെ എനിക്ക് എന്താ പറയാ, ആ ഒരു അമ്മ എന്ന് വിളിക്കുന്ന, അമ്മ എന്ന് പറയുന്ന ഒരു സത്യമുണ്ട്. എന്നെ അന്ന് എൻ്റെ ഋതപ്പൻ വിളിക്കുന്നതിനേക്കാൾ എൻ്റെ കിച്ചുവാണ് എന്നെ അമ്മ എന്ന് വിളിച്ചത് ആദ്യം. അതൊരിക്കലും എന്താ പറയാ, നമുക്കൊന്ന് വെറുതെ കിച്ചുവിനെ വിളിച്ചിട്ട് ഇപ്പൊ എല്ലാവരുടെയും ഒരു സംശയം ഉണ്ടല്ലോ കിച്ചുവായിട്ട്. ഇപ്പൊ നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമുക്കൊരു കോൾ ചെയ്യാം, വിളിച്ചിട്ട് പറയൂ എനിക്ക് എടാ ഇങ്ങനെ ഒരു വെബ് സീരീസ് കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം ഒരു മോഡേൺ വേഷമാണ് ചെയ്യുന്നത്, ഞാൻ അത് ചെയ്തോട്ടെ എന്നൊരു പെർമിഷൻ ചോദിച്ചു. എനിക്ക് അതിന് മുമ്പ് പറയണ്ട എന്തായിരിക്കും അവൻ പറയണമെന്നൊന്നും ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തേ, മൈക്കിനോട് ചേർത്ത് വെച്ചാൽ
കിച്ചു കിച്ചു അമ്മയാടാ. എവിടാ പന്ന? ആണോ? എടാ എനിക്കൊരു കാര്യം ചോദിക്കാനായിരുന്നു. എടാ എനിക്കൊരു വെബ് സീരീസ് കിട്ടി, അതിനകത്ത് കുറച്ച് നല്ല അടിപൊളി മോഡേൺ ഡ്രസ്സൊക്കെ ഇടുന്നു. കുഴപ്പമുണ്ടോ നിനക്ക്? ആ ഓക്കേടാ, എനിക്കറിയാം നീ ഇതേ പറയത്തോളെന്ന് അറിയാം. ഓക്കേടാ ശരി, വീട്ടിലോട്ട് വാ കേട്ടോ. ഓക്കേടാ ബൈ ബൈ ശരി. കൂടുതൽ എന്താണ്? ഒരു പ്രശ്നമില്ല. സുഹൃത്തുക്കളെ കണ്ടോ, ഇതാണ് കിച്ചു അമ്മയും തമ്മിലുള്ള ബന്ധം. അതെ, ഞാനിത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു റീലിന്റെ അടിയിൽ മെയിനായിട്ട് ഇങ്ങനെ കമന്റ്സ് എടുത്തിട്ട് ചെയ്യത്തില്ലേ, വയറ് കാണിച്ചുകൊണ്ട് ഇവള് ചെയ്ത് ഇതിനൊക്കെ കിച്ചു പറയത്തില്ലെന്ന്, ഇവള് കള്ളം പറയുന്നില്ലേ, മറ്റേതാ മറിച്ചതാ, കിച്ചുവിന് നാണക്കേടാവും. എന്റെ മകനെ എനിക്കറിയാം. ഈ അമ്മയ്ക്കും മോനും ഒരു പ്രശ്നമില്ല, പിന്നെ ഇവിടെ ആർക്കാണ് പ്രശ്നം അല്ലേ? ഓക്കെ, എന്തായാലും ഇപ്പോൾ കുറേ പ്രശ്നങ്ങൾ ഇതെല്ലാം നേരിട്ടുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ എന്താ പറയുക, ഇപ്പോൾ വർക്കുകളൊക്കെ ഒരുപാട് വന്നു തുടങ്ങിയിട്ടില്ലേ? അത്യാവശ്യം കുഴപ്പമില്ല. രേണു ഇപ്പം ഇത്രയും നമ്മൾ സംസാരിച്ചതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ ഇടയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അത്യാവശ്യം പൈസയ്ക്ക് വേണ്ടി നല്ല ബുദ്ധിമുട്ടുന്നുണ്ട്. പൈസയാണ് നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ നമുക്ക് സമ്പാദ്യം വേണം. ആ സമ്പാദ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചേക്കുന്ന ഒരു വഴി ഏറ്റവും അടുത്ത് കണ്ട അതാണ് ഇപ്പോൾ തിരഞ്ഞെടുത്തേക്കുന്നത്. ഒരു തെറ്റും പറയാനില്ല, കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ സുധിച്ചേട്ടനോടുള്ള ഒരു ഇഷ്ടം കൂടിയായിരിക്കാം പലരും ചിലപ്പോൾ ചീത്ത വിളിക്കുന്നത്, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതെന്നും. കാരണം സുധിച്ചേട്ടനോട് ഇഷ്ടം കൊണ്ടല്ലേ അവർ ചെന്നെ ചീത്ത വിളിക്കുന്നത്. അപ്പൊ ആ സുധിച്ചേട്ടന്റെ ഇഷ്ടം കളയാതെ അവർ എനിക്ക് കൊണ്ട് തരട്ടെ, മാസം 1-2 ലക്ഷം കൊണ്ട് തരട്ടെ, പിള്ളേർക്കും എനിക്ക് ഒരു കുഴപ്പമില്ലാതെ സമൃദ്ധിയായിട്ട് താമസിക്കാമല്ലോ. ഒരു പരിപാടിക്കും പോവാതെ നമുക്ക് വീട്ടിൽ തന്നെ പിന്നെ ലക്ഷങ്ങൾ ഒഴുകുമല്ലേ, ഇങ്ങനെ അവരെ കൊണ്ട് തരട്ടെ, ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, ആരെങ്കിലും ഏറ്റവും അടുത്ത് ഇഷ്ടപ്പെട്ടിരുന്ന ആരെങ്കിലും നമ്മളെ വിട്ട് പോയിട്ടുണ്ടോ ഈ അടുത്ത കാലഘട്ടത്തിൽ? എപ്പോഴെങ്കിലും നമ്മളോട് ദേഷ്യം തോന്നിയിട്ടുണ്ടോ നമ്മൾ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് പോയതിൻ്റെ പേരിൽ? മനസ്സിലായില്ല. നമ്മൾ ഇങ്ങനെ ഒരു മേഖല തിരഞ്ഞെടുത്തതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ രേണുവിനെ ചീത്ത പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ കൂടി വഴക്ക് പറയുന്നുണ്ട്. കൂടെ നിന്നായിരുന്ന ആരെങ്കിലും നീ അങ്ങനെ പോകണോ എന്നപ്പോയിക്കോ? എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവള് പക്ഷെ ആള് പാവം, പക്ഷെ ആളുടെ കുറച്ച് ഫാമിലി മെമ്പേഴ്സൊക്കെ അവളെന്നോട് കുറേ നാൾ മുന്നെയാണ്, ഞാൻ ഒരു പുള്ളിക്കാരിയുടെ പേര് ഞാൻ പറയുന്നത്, പുള്ളിക്കാരി എടുത്തിട്ട് എന്നെ റോസ്റ്റ് ചെയ്യുന്ന സമയമായി. ഒരു താരം തന്നെയാണ്, ബോക്സിലൊക്കെ മുന്നുണ്ടായിരുന്ന ഒരു പുള്ളിക്കാരിയാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല. അവർക്ക് പ്രമോഷൻ എന്തിനാണ് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നത്. അവർ കുറേ നാൾ മുന്നേ എന്നെ പറ്റി, ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കുന്നു, അവൾ റീൽ ചെയ്യുന്നു, നാണം കൊണ്ടുപോടി എന്നൊക്കെ പറഞ്ഞ്, ആ സമയത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവൾ ആ കുട്ടി പാവമാണ് കേട്ടോ, എൻ്റെ എല്ലാ കാര്യത്തിനും ഒപ്പം ഉണ്ടായിരുന്ന കുട്ടിയാണ്. ഞാൻ പേര് പറയുന്നില്ല, അവരുടെ ഫാമിലിയിൽ നിന്ന് കുറേ അകന്ന ബന്ധുക്കളൊക്കെ അവളെ വിളിച്ചിട്ട്, രേണു എന്താണ് ഈ ചെയ്യുന്നത്, കുറേ രീതിയിൽ രേണു കാണിക്കുന്നത് തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞ്, ആ സമയത്ത് അവൾ എന്നോട് വേണ്ടി മക്കളെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ ആ സമയത്ത് അവൾ പറയുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന കേട്ട് ഞാൻ അതെല്ലാം നിർത്തിയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കത്തില്ലായിരുന്നു. കാരണം അവൾ പറയുന്നത് എന്ത് ഞാൻ കേൾക്കുന്ന ഒരു കൂട്ടുകാരിയാണ് ഞാൻ. അങ്ങനെ കാരണം ഇങ്ങനെ ഒരു മേഖലയിൽ ഞാൻ ഇരിക്കത്തില്ലായിരുന്നു. ഞാൻ അതൊന്നും വക വെക്കാതെ, അവൾക്ക് സ്നേഹം കൊണ്ട് പറഞ്ഞതാണ് അവരൊക്കെ ഇങ്ങനെ പറയുന്നടിയെന്ന്. പക്ഷെ വക വെക്കാതെ ഞാൻ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെക്കില്ല എന്ന് പറഞ്ഞ രീതിയിൽ വന്നുകൊണ്ട് ഞാൻ ഇന്ന് ശ്രീയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ഇപ്പം ഇത്രയും മീഡിയ കവറേജും എല്ലാം വരുന്നതും രേണുവിൻ്റെ വളർച്ച തന്നെയാണ് അതിൻ്റെ ഒരു സൈഡിൽ കാരണം. പഠിക്കാൻ എങ്ങനെയായിരുന്നു? വലിയ പഠിത്തമില്ലെന്ന് ഒട്ടും പഠിക്കാതിരുന്നിട്ടുമില്ല. അത്യാവശ്യം ലോകവിവരം ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ടല്ലോ. ജനറൽ നോളജ് അല്ല. ഞാൻ ഒരു 4-5 ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോവാണ്. രേണു ജീവിച്ചു വളരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. രാഷ്ട്രീയം ചോദിക്കില്ല, രാഷ്ട്രീയം ഒന്നും ചോദിക്കില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. എടാ ചൂരിലും കിടത്ത മോനെ, പഠിക്കുമ്പോൾ അടിയൊക്കെ കൊണ്ടുണ്ടോ? കുറെ പിന്നെ ഇങ്ങനെ വെക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചോദിക്കുന്ന ചോദ്യം പറഞ്ഞില്ലെങ്കിൽ എന്നെ അടി കിട്ടും. പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തിരിച്ചു ചെല്ലിക്കോ. ഓക്കെ, ആ തല്ലുന്നൊക്കെ. ഓക്കെ, നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പ്രസിഡന്റ് ആരാ? ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ ആരോ ആരാ? മൻമോഹൻ സിംഗ്. സോറി, അടുത്ത് വന്നിട്ടുണ്ട്, കറക്റ്റ് ആയിരുന്നു. നരേന്ദ്രമോദി ഇന്ത്യൻ പ്രസിഡന്റ്. ഓക്കെ, ആണോ? എന്നെ തല്ലി ദ്രൗപദി മുർമു. എനിക്ക് അറിയത്തില്ല. പതുക്കെ തല്ലോളൂ.
ദ്രൗപദി മുർമുൻ അറിയില്ല അല്ലേ? കഴിഞ്ഞ ദിവസം ചോദിച്ചായിരിക്കും. എറണാകുളത്ത് ഏതെങ്കിലും റോഡിന്റെ പേര് പറഞ്ഞേ. വൈറ്റില റോഡ്. വൈറ്റില റോഡ്. MG റോഡ് കേട്ടിട്ടുണ്ടോ? മെയിൻ MC റോഡ് കേട്ടിട്ടുണ്ട്. അന്ന് MC റോഡിന്റെ ഫുൾ ഫോം പറ. മെയിൻ സെൻട്രൽ റോഡ് ആണോ? ഉറപ്പാണോ? മെയിൻ ചിങ്ങമനം വഴി കോട്ടയം ചിങ്ങമനം വഴി MC റോഡ് കേട്ടിട്ടുണ്ട്. മെയിൻ സെൻട്രൽ റോഡ്. എന്നാ പോട്ടെ. MG റോഡിന്റെ ഫുൾ ഫോം പറ. പരട്ടേന്ന് പറഞ്ഞാൽ തെറിയല്ല കേട്ടോ, ഞാൻ പരട്ടച്ചെറുക്കാന്നൊക്കെ പറയത്തില്ലേ. MG റോഡിന്റെ ഫുൾ ഫോം പറ. MG റോഡിന്റെ ഫുൾ ഫോം പറ. അതാ പറയാ. MG യൂണിവേഴ്സിറ്റിയുടെ ഫുൾ ഫോം പറ. MG യൂണിവേഴ്സിറ്റിയുടെ മഹാത്മാഗാന്ധി. എന്റെ അമ്മ ഇതിന് അടിയുണ്ടല്ലേ, ക്ലൂ കൊടുക്കണ്ടായിരുന്നു. ഓക്കെ, കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? സിനിമാ ഫീൽഡാണ്, സിനിമാ മേഖലയാണ്, സിനിമാ മേഖലയെ കൈ കടത്തിയതല്ലേ ഉള്ളു സിനിമാ മേഖല. എന്നാലും അറിഞ്ഞിരിക്കണം. അയ്യോ ഇതറിയില്ലേ? ഓരോ കുഞ്ഞിനും ഓരോ കൊച്ചിനും ഒരു കുട്ടിക്കും അറിയാവുന്ന കാര്യം. നമ്മുടെ മെയിൻ നടന്മാരെ തന്നെ എടുത്ത് നോക്കൂ, ആലോചിച്ച് പറ. ലാലേട്ടൻ, കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ലാലേട്ടൻ. കൈ ഇങ്ങോട്ട് നീട്ടും, ശരിയാക്കി തരാം. പ്രേംകുമാർ. പ്രേംകുമാറിനെ അറിയില്ലേ? കൈ തമാശ ഇല്ലല്ലേ, ഞാൻ പതുക്കെ തല്ലുള്ളൂ. ഇത് സോഷ്യൽ മീഡിയയിൽ തെറി വിളിക്കുന്നവർക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഓക്കെ, അടുത്തത്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ആരാണ്? ആരാ? ഉമ്മൻചാണ്ടി സാർ. ഉമ്മൻചാണ്ടി സാർ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചപ്പോ കൈ നീട്ട്. ഉമ്മൻചാണ്ടി സാറല്ലേ? ഉറപ്പാണോ? ഒരു മിനിറ്റ്. അയ്യോ, ഇപ്പം പിണറായി സാറ്. ഇതിന് തൊട്ട് മുമ്പ് മുന്നേ ആരായിരുന്നു? ആണോ? ഉമ്മൻചാണ്ടി സാറ്, അച്യുതാനന്ദ സാറ്. ആരായിരുന്നു? രണ്ടുപേരും ഒരുമിച്ച് വരും. അവരൊക്കെ മുഖ്യമന്ത്രികളാണല്ലോ കേരളത്തിൽ. എന്നാ പറ, കേരളത്തില് മുൻ മുഖ്യമന്ത്രി ആരാ? ഇപ്പൊ പിണറായി സഖാവാണ്. നിന്റെ തൊട്ട് മുമ്പത്ത് ആരാ? എന്നോട് ചോദിക്കണേ. പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കണം. ഉമ്മൻചാണ്ടിയാണോ? ആണോ? ഉറപ്പാണോ? അല്ല. സഖാവ് അച്യുതാനന്ദൻ. അത് കഴിഞ്ഞിട്ട് പിന്നെന്തിനാ ഭരണം മാറിയത്? 3 വർഷം അടുപ്പിച്ചാണോ കമ്മ്യൂണിസ്റ്റ്? കോൺഗ്രസ്. എന്നാ പിന്നെ ആരായിരുന്നു? അത് നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അതാ പറ, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ആരാ? എനിക്ക് ഓർമ്മയില്ലടാ. ഉമ്മൻചാണ്ടി സാറ്. ഉറപ്പാണോ? ഉറപ്പാണോ? ആരായിരുന്നു? ഇന്നാ ഉമ്മൻചാണ്ടി സാറ്. തെറ്റിക്കാൻ നോക്കിയോടാ. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ആരാന്ന് വെച്ചപ്പോ BS ആർന്ന്. ഓക്കെ, ഇഷ്ടപ്പെട്ട നടൻ ആരാ? ആരാ? 2 പേരുണ്ട്. ഒരാളുടെ പേര് പറ. ലാലേട്ടന്റെ 15 സെക്കൻഡിനുള്ളിൽ ലാലേട്ടന്റെ 10 സിനിമകളുടെ പേര് പറ. റെഡി? 1 2 3 സ്റ്റാർട്ട്. 15 സെക്കൻഡോ? 15 സെക്കൻഡിനുള്ളിൽ. നരസിംഹം, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, അലിൻ ജോസ് പെരേരെ. എവിടെ കാണുന്നൊക്കെ കിടക്കുന്നു. സമ്പറിൻ ബേദ്രഹേം. എന്നെ ലാലേട്ടനുണ്ട് അതിനകത്ത്. ആയിക്കോട്ടെ, ബാക്കി 15 സെക്കൻഡ് ആവും. 15 സെക്കൻഡ് തുടരും. ദൃശ്യം 1, ദൃശ്യം 2. പറ. 15 സെക്കൻഡ് കഴിഞ്ഞു. കൈ നീട്ട്. ഞാൻ 10 എണ്ണം പറയാം. ഇനി തെറ്റിക്കോ? ഇല്ല. ലാലേട്ടന് വേണ്ടി അടി ഏറ്റെടുക്കുന്നു ഞാൻ. ഓക്കെ, ഇത്രേ ഉള്ളൂ. സിമ്പിൾ. അപ്പൊ എന്തായാലും റൗണ്ട് കഴിഞ്ഞു. നല്ല നോളജ് ഉള്ള ആളാണ്, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ആരാന്ന് ഒന്നുകൂടി പറഞ്ഞേ. തലാട്ടല്ലോ പറഞ്ഞേ. ആരാന്ന് പറയാൻ? ഞങ്ങളുടെ പുതുപ്പള്ളിയിലെ ഞങ്ങളുടെ സ്വത്ത് ഉമ്മൻചാണ്ടി സാർ. ഓക്കെ, മിടുക്കി കുട്ടി. ആവശ്യത്തിനുള്ള നോളജ് ഒക്കെ ഉണ്ട്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാ അറിയാമോ? ആരാ പറ. CM തന്നെ.
CM തന്നെ അറിയാം. ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇപ്പൊ എത്ര സിനിമകൾ ഫേസ് ചെയ്തിട്ടുണ്ട് ക്യാമറയ്ക്ക് മുമ്പിൽ? എത്ര വർക്ക് ഫേസ് ചെയ്തിട്ടുണ്ട് ഏകദേശം? നമ്പർ പറഞ്ഞാൽ മതി. സീരിയൽ ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, പോട്ടെ, ആൽബം ആയിക്കോട്ടെ, സീരീസ് ആയിക്കോട്ടെ, ഏകദേശം എത്ര ചെയ്തിട്ടില്ല കേട്ടോ. ആൽബമൊക്കെ കുറെ ചെയ്ത്. അപ്പൊ എത്രത്തോളം? 5-8 10-12 ചെയ്ത്. ഷോർട്ട് മൂവീസും വെബ് സീരീസും ഒരു 3-4 ഓക്കെ. ഈ അടുത്ത് ഭയങ്കര വൈറലായ ഒരു വീഡിയോ ആണ്. കുറെ നാൾക്ക് ശേഷം അനുമോളെ കണ്ടപ്പോൾ സന്തോഷം കണ്ടോന്ന്. എന്നിട്ട് അതിന്റെ താഴെ ഇതിന് മുന്നേ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഞങ്ങൾ സംസാരിക്കുന്നത്. അതാരിട്ടില്ല. എന്നിട്ട് ഇതിൽ കംപ്ലീറ്റ് എന്നിട്ട് പുച്ഛഭാവത്തോടെയാണല്ലോ നോക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്നത്. ഈ മനുഷ്യരെ കൊണ്ട് ഒരു രക്ഷയില്ലപ്പാ. അതിന് മുന്നേ ഞങ്ങൾ ചിരിക്കുന്ന ഒന്നുമില്ല. ഞാൻ ട്രെയിനിൽ നിന്ന് വീണ സമയമാണത്. ട്രെയിനിൽ നിന്ന് വീണോ? എങ്ങനെ? ഞാനും പ്രതീക്ഷയും കൂടെ ഞങ്ങള് ഷാഹിദിന്റെ ഒരു ഈ അലിൻ ജോസ് ഞങ്ങളൊക്കെ അഭിനയിച്ച ഒരു സിനിമയുണ്ട് വേറെന്ന്. അതിപ്പോ 10-ാം തീയതി റിലീസ് ആവും. അടിപൊളി മൂവിയാണ്. ഖത്തറിലായിരുന്നു അതിന്റെ റിലീസിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം അതിനകത്ത് മെയിൻ നമ്മളൊക്കെ തന്നെയാണ്. ഞങ്ങൾ പറയുന്നത് ചില നല്ല ആൾക്കാർ പറയും സോഷ്യൽ മീഡിയ ഭരിക്കുന്ന താരങ്ങൾ, ചിലവർ പറയും സോഷ്യൽ മീഡിയ വെറുപ്പിക്കുന്ന താരങ്ങൾ. എന്തോ ആകട്ടെ, വേറെ ഇറങ്ങുവാണ് അതൊരു. അപ്പം അതും കൂടെ പറയാണ്, സപ്പോർട്ട് ചെയ്യുക. അപ്പം ആ ഷൂട്ടിന് പോയപ്പം ഞാനും പ്രതീക്ഷമായിരുന്നു. അപ്പം ഞങ്ങൾ ട്രെയിന് അപ്പം പെരിന്തൽമണ്ണ അല്ലല്ലോ, അതിന് മുന്നേ ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെയാണ് ഇറങ്ങേണ്ടത്. അപ്പം ട്രെയിൻ നിർത്തുക. അപ്പം AC കമ്പാർട്ട്മെൻറ്റാണ്. ഇവർ ഈ ജെർക്കുള്ള ട്രെയിനാണ്, ഭയങ്കരമായിട്ട് ജെർക്കാണ്, ഇങ്ങനെ പോകുന്നു. അപ്പം ഇവർ പൂട്ടിയിട്ടത്, അതെ TTR പൂട്ടിയിട്ട്. TTR ഞങ്ങൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ഞാനും പ്രതീക്ഷ തന്നെ കണ്ടിട്ടുണ്ട്. ട്രെയിനിൽ ഡോറ് പൂട്ടിയിട്ട് ജെർക്കാണ് ട്രെയിൻ ഭയങ്കര. അപ്പൊ വാതൊക്കെ എന്ന് കഴിഞ്ഞാൽ എന്തായാലും ആരെങ്കിലും താഴെ പോകും. അതുകൊണ്ട് പൂട്ടിയിട്ട് AC കമ്പാർട്ട്മെന്റിൽ. അപ്പൊ ഈ സ്ഥലം എത്തിയപ്പോഴത്തേന് ഒരുപാട് നേരം ഇവിടെ നിർത്തിയിടത്തില്ല ട്രെയിൻ. 2 സെക്കൻഡ് 2 മിനിറ്റ്. അപ്പം പ്രതീക്ഷ തുറക്കാൻ നോക്കിയിട്ട് തുറക്കുന്നില്ല. അപ്പോൾ ഓടി ഞങ്ങൾ തുറന്നു. അപ്പോൾ കുറേ ടീച്ചർമാരും ഫാമിലിയൊക്കെ ഞങ്ങളോട് സെൽഫി ഒക്കെ എടുത്ത് നിൽക്കുമായിരുന്നു. അവർ വിട്ടാലും നമുക്ക് ഓടാൻ പറ്റത്തില്ല, അപ്പോൾ നമുക്ക് ജാട എടുത്ത് പോകാൻ പറ്റത്തില്ല. അവരോട് സന്തോഷമൊക്കെ സ്ഥലം എത്തി കേട്ടോ എന്ന്. രാത്രിയിലാണ് ഇവൻ തുറന്നിട്ട് എൻ്റെ ബാഗ് എടുത്ത് ഇവൻ്റെ ബാഗ് എടുത്ത് തുറക്കാൻ പറ്റുന്നില്ല. ഇവൻ തുറക്കാൻ നോക്കുകയും ട്രെയിൻ മുന്നോട്ടെടുത്ത് ഇവൻ പ്രതീക്ഷ ചാടി കൈ തന്നിട്ട് ഞാൻ ഈ കൈ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ എനിക്കങ്ങ് ട്രെയിൻ മുന്നോട്ടെടുത്ത് ഇങ്ങോട്ട് പോകുന്ന ട്രെയിനിൽ ഓപ്പോസിറ്റ് ഒരു ഒറ്റ ചാട്ടം ചാടി ചെന്ന് മുന്നോട്ട് പോയിട്ട് ബാക്കിലോട്ട് ആഞ്ഞ് നടുവ് ഇടിച്ച് തലയിടിച്ച് പടക്കോന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ അയ്യോ എന്ന് പറഞ്ഞു. അതിൻ്റെ 2 ദിവസം മുന്നേ KSRTC ഇടിച്ചിട്ടായിരുന്നു. അടിയിലോട്ട് പോകണ്ടായിരുന്നു. എങ്ങനെ നിന്ന് ഈ സൈഡ് അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഒരു ഇടിച്ചിട്ട്. അപ്പൊ ഈ അതിന് 2 ദിവസം മുന്നെയാണ് ഈ സംഭവം ട്രെയിനിൽ നിന്ന് വീഴുന്നത്. ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേന് ഇവിടെ ഇങ്ങനെ ഒരഞ്ഞ് ഇവിടെ ഒക്കെ മുറിവായിരുന്നു. തല ഭയങ്കരമായിട്ട് ഇടിച്ച് കാറ് ഞാൻ അയ്യോ. അപ്പൊ വീഡിയോ എടുത്ത് നിൽക്കുക ഡയറക്ടറൊക്കെ ഞങ്ങളെ വരവേൽക്കാൻ നിന്ന്. അവരും ആൾക്കാരെല്ലാം ഓടി വന്ന് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പ്രതീക്ഷ ഞെട്ടിപ്പോയി, കാരണം അവന്റെ മുന്നിൽ ഞാൻ കാറ് തലയിടിച്ചെന്ന്. ട്രെയിനിട്ട് തട്ടിയത് തീർന്നേനെ, അന്നേരം തീർന്നേനെ. പിന്നെ ആശുപത്രി കൊണ്ടുപോയി CT സ്കാൻ എടുത്ത് ഇഞ്ചക്ഷൻ എടുത്തു, സ്കാൻ ചെയ്തു. കുഴപ്പമൊന്നുമില്ല, ദൈവഭാഗ്യത്തിന് ദൈവം രക്ഷിച്ച അവിടെ നിന്ന്. അപ്പൊ ആ ഒരു വേദന എല്ലാം കൊണ്ട് ഞാൻ എനിക്ക് വയ്യ. അന്ന് വെളുപ്പിന് 6 മണിക്ക് ഷൂട്ടിന് എഴുന്നേക്കണ്ടേ. ഞാൻ റൂമിൽ ചെന്നപ്പോൾ തന്നെ 4 മണിയായി. ഞാൻ 5:30 ആയപ്പോൾ എഴുന്നേറ്റ് റെഡിയായി. ഈ ഷൂട്ടെന്ന് പറഞ്ഞാൽ മസ്റ്റാണ്, എൻ്റെ വർക്ക് മസ്റ്റാണ്. അതിന് തല പോകുന്ന കേസ് വന്നാലും ഞാൻ എനിക്ക് ജീവനുണ്ടോ ഞാൻ എഴുന്നേറ്റ് നിൽക്കും. എഴുന്നേറ്റ് അത് ഞാൻ ഷൂട്ട് ചെയ്തേ. അവർ പിന്നെയാണ് 6 മണി ആയപ്പോൾ അവർ ഞാൻ 5:30 ആയപ്പോൾ റെഡി ആയിട്ട് റിസപ്ഷനിൽ നിൽക്കുക. ഷൂട്ടിന് പോകണ്ടേന്ന് ചോദിച്ചു. എന്തിനാണോ നിന്നെയല്ലേ ഇന്നലെ ട്രെയിനിൽ നിന്ന് വീണെന്ന്. ഈ ടൈമിലാണ് ഈ ഒരു സമയത്താണ് ഞാൻ തിരിച്ച്. ആ സമയം കഴിഞ്ഞിട്ട് പിന്നെ 2-3 പ്രശ്നങ്ങളൊക്കെ ഈ ബസ്സിൽ ഞാൻ ബസ്സിലൊക്കെ അല്ലേ യാത്ര, നമ്മൾ കാറൊന്നും ഇല്ലല്ലോ. ബസ്സിൽ ഇങ്ങനെ ഉറങ്ങും, ഈ സൈഡിൽ നിന്ന് ഉറങ്ങുമ്പോൾ തന്നെ ചെന്ന് ഇടിക്കും. ഇതിലെ ബ്ലഡ് ഒക്കെ വന്ന് ആ ഒരു തലയിടിച്ച് അതുപോലെ ഉറക്കമല്ലേ ഈ രാത്രി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് വെച്ചോളാം. എന്റെ കാര്യം ഇവിടെ പോയി. അപ്പൊ ആ സമയത്ത് ഈ നടുവിനൊക്കെ വേദന. അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുമ്പോ അപ്പൊ അതും പ്രശ്നമായി. ഞാൻ പ്രതീക്ഷനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ കൂടെ പ്രതീക്ഷനെ അറിയാന്ന് പറഞ്ഞു. അവക്ക് അപ്പൊ പ്രതീക്ഷന് ഇതെല്ലാം അറിയാം അല്ലേ നടുവേദനയാന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം പറയുന്നു, പ്രതീക്ഷ എനിക്ക് വയ്യടാ. അപ്പോൾ ഈ ഷൂട്ട് കഴിഞ്ഞാൽ പോകുന്നത്. ഈ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് വെളുപ്പിന് അവിടെ ചെന്നിട്ട് ഉറക്കം പോലും ശരിയാകാതാണ് ഈ ഫംഗ്ഷന് പോകുന്നത്. ഗുരുപ്രിയ TVയുടെ അവാർഡാണ് മികച്ച താരം. അന്നാണ് അനുമോൾ. അപ്പൊ അതിന് തലേന്ന് അനുമോളെ ഞാൻ വിളിച്ചു, എടി നീ വരുന്നുണ്ടോടി? ആ ചേച്ചി ഞാൻ നമുക്ക് കാണാട്ടോ. അപ്പൊ ഈ യാത്രയും കൂടി ചെന്നപ്പോൾ എനിക്ക് എൻ്റെ വയ്യാതെ മൈൻഡ് ഇത് അത് തന്നെയല്ല, നമുക്ക് പേഴ്സണലി വയ്യാതെ ആവുമല്ലോ. അങ്ങനെ നടുവേനെ ഒരുപാട് പ്രശ്നമായിട്ട് ഇരിക്കുമായിരുന്നു ഞാൻ. അപ്പോഴാണ് അവളെ കണ്ട് സംസാരിച്ചത് ഇരുന്നിട്ട് ഇങ്ങനെ. അപ്പം അത് തന്നെയല്ല, അതും കൂടെ കഴിയുമ്പോൾ പിന്നെ ഈ സൂചേട്ടൻ പെട്ടെന്ന് ഇവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് സൂചേട്ടൻ ആ ഓർമ്മകളും വരുവന്നേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരെയൊക്കെ ഇപ്പോഴല്ലേ അടുത്ത് കാണുന്നത്. അപ്പൊ എനിക്ക് ആ ഒരു ഓർമ്മയും വന്നു സൂചേട്ടനെ പെട്ടെന്ന്.
അപ്പൊ എനിക്കങ്ങ് ആകെ സങ്കടവും കൂടെ ആയിട്ടായിരിക്കും ഞാൻ അങ്ങനെ ഇരുന്നു, വയ്യാതെയും കൂടി എല്ലാവരും പറയുന്നത് ഭയങ്കര പുച്ഛഭാവത്തിൽ നോക്കുകയാണ്. എന്തിന് അനുമോൾ എന്റെ അനിയത്തിക്കുട്ടിയാണ്, സൂചിച്ചേട്ടൻ്റെ അനിയത്തിക്കുട്ടിയാണ്, ഞാൻ എന്തിനാണ് ആ കുട്ടിയോട് പുച്ഛി. തലേന്ന് ഞാൻ വിളിച്ചു അനുമോളും പറയുന്നുണ്ട് തലേന്ന് ചേച്ചിനെ വിളിച്ചെന്ന്, ഞങ്ങൾ സംസാരിച്ചിട്ടാണ് പോയത്. ഓക്കെ, ഇതാണ് ഇങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഓരോ ഇതിന്റെയൊക്കെ സത്യങ്ങൾ ഇതുപോലെ ഇന്റർവ്യൂലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ഞാൻ അതിന്റെ വീഡിയോ ഒന്ന് കാണിച്ചോട്ടെ, ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചു തരാം. അതും ആളുകൾക്ക് എന്താണ് സംഭവം എന്ന് അറിയില്ല. അത് ഭയങ്കര അത്യാവശ്യം ഇതായല്ലേ. ഇത് രേണുസുതി എന്ത് കാണിച്ചാലും അത്യാവശ്യം ഇതാവുന്ന വൈറലാവുന്നുണ്ട്. അതെ, അതിനും വേണം ഒരു ഭാഗ്യം. അതെ, ഒരുപാട് പേര് തലകുത്തി നിന്ന് നോക്കിയിട്ടും വിഷു ഷൂട്ടൊക്കെ ഞാൻ കൊണ്ടുപോയെന്ന് പറഞ്ഞ പോലെ വയറും കാണിച്ച് എല്ലാം കാണിച്ചിട്ട് പോലെ രേണുസുതി കൊണ്ടുപോയി. ഇത് ക്രിയേഷൻ ആയിരുന്നു, കാരണം ഇത് ഇവരുടെ തന്നെ റീലാണ്. പൊന്നാമ്പൽ പുഴകരം അന്ന് പോയപ്പോ അവര് ഒരു ഇത് ചെയ്തതാണ്, ഒരു പ്രാങ്ക് പോലെ ചെയ്തത്. പ്രൊമോഷന് വേണ്ടി ഇങ്ങനെ പ്രൊമോഷന് വേണ്ടി ചെയ്യിപ്പിക്കുന്ന പലതും പിന്നെ പാരയാവുന്നുണ്ട്. എനിക്കിട്ട് പാരയാവുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും അങ്ങനെ ഏറ്റവും കൂടുതൽ പാരയായത് എന്തായിരുന്നു? ഒരു പ്രൊമോഷന് വേണ്ടി ചെയ്യിപ്പിച്ചിട്ട് ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കേണ്ടി വന്നത്? വഴക്ക് കേൾക്കുന്ന ഞാൻ കേൾക്കുന്നില്ലേ, കമന്റ്സിൽ പിന്നെ റിയാക്ഷൻസ് പിടിച്ചു. അത് എന്താന്ന് ഓർക്കട്ടെ, ഏതെങ്കിലും ഒരെണ്ണം ഭയങ്കരമായിട്ട് ഹേർട്ടായത് അറിയാവോ? ഏതായാലും ഓർക്കുന്നുണ്ടോ? അല്ല എനിക്കറിയില്ല, ഏതാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ പലതും നമ്മൾ പോലും അറിയാതെ. ആൽബം ആദ്യത്തെ എന്റെയും പ്രതീഷിന്റെയും നായകനായ ആൽബം ഷൂട്ടിന് മീഡിയാസ് വന്ന് നമ്മൾ വിളിച്ചിട്ടാണ്. നമ്മളല്ല വിളിക്കുന്നത്, ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒക്കെയാണ് അവരെ വിളിക്കുന്നത്. നമ്മൾ ഫ്രണ്ട്സ് ഉണ്ട് മീഡിയയിൽ, ഒരുപാട് പേരുണ്ട്. അല്ല, ഇനിയിപ്പോ അവര് മീഡിയ വന്നാൽ തന്നെ എന്താ പ്രശ്നം? അതിപ്പോ ഒരു പ്രൊമോഷൻ അല്ലേ. പക്ഷെ രേണുവിനെ ഷൂട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. രേണു സുധിയെ ഷൂട്ട് ചെയ്ത പ്രശ്നമാണ്. ഇനി ഒരൊറ്റ കാര്യം കൂടി ചോദിക്കട്ടെ, ഇനി ഒരു പ്രേമം ഉണ്ടാവോ? ഇനി ഒരു പ്രേമം ഉണ്ടാവോ പുതിയതായിട്ട്? ഇനി ഒരു കല്യാണം ഉണ്ടാവോ? ഇനി അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇപ്പൊ ഒരു പ്ലാനും ഇല്ല, സത്യം പറഞ്ഞ ഇപ്പൊ ഒരു പ്ലാനും ഇല്ല. ഫ്യൂച്ചറിൽ അങ്ങനെ ഉണ്ടാവാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? മനുഷ്യരല്ലേ, ഇല്ല അങ്ങനെ ഒരു പ്ലാൻ ഇല്ല എനിക്ക്. മനുഷ്യന്മാരല്ലേ, നമുക്ക് അറിയില്ല നാളത്തെ പറ്റി. ഈ ഒരു നിമിഷത്തെ പറ്റി നാളെ നമ്മൾ ശ്വാസം അങ്ങോട്ടെടുത്ത ശ്വാസം ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ തീർന്നു. അതാണ് മനുഷ്യൻ. നമ്മൾ എന്തിനാണ് അതൊക്കെ ചിന്തിക്കുന്നത്? ഓക്കെ, അതൊക്കെ വരുമ്പോൾ ഇനി കാലക്രമേണ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി അവസാനമായിട്ട് നമ്മളിപ്പോൾ ഇൻ്റർവ്യൂവിൽ വന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് വരുന്നു. പല പല കഴിവുകൾ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ കൂടെ കാണുന്നുണ്ട്, അഭിനയമാണെങ്കിൽ എല്ലാം. പാട്ട് പഠിച്ചിട്ടുണ്ട്, ഒരു നല്ലൊരു പാട്ട് പാടാം. അങ്ങനെ പാട്ട് പഠിച്ചിട്ടില്ല, എന്നാലും ഏതെങ്കിലും ഒരു പാട്ട്, ഒരു ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ്. സുധിച്ചേട്ടൻ എപ്പോഴും ഏത് വേദിയിലും പാടുന്ന ഒരു പാട്ടുണ്ട്, പാടിയിട്ടുണ്ട് 2-3 വട്ടം, 2 ഇപ്പൊ അത് ചുമ്മാ പാടാം. സുധിച്ചേട്ടൻ അത്ര ഒന്നും വരത്തില്ല. കാണാനഴകുള്ള മാണിക്യക്കുയിലേ, കാടാറുമാസം കഴിഞ്ഞില്ലേ, അങ്കണത്തൈമണി മാവിൻ്റെ കൊമ്പില്, പെൺകുയിലാളൊത്തു വന്നാട്ടെ, നിന്റെ പെൺകുയിലാളൊത്തു വന്നാട്ടെ, വന്നാട്ടെ 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 വന്നാട്ടെ. വൗ, നൈസ്, നന്നായി പാടുന്നുണ്ടല്ലോ. ഇങ്ങനെ പാട്ട് പാടാറുണ്ടോ? എവിടെയെങ്കിലും വേദിയിൽ പാടിയിട്ടുണ്ടോ? ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞാൻ പാടിയിട്ടുണ്ട്, അത് ഇറങ്ങിയിട്ടില്ല. ആലപ്പുഴയെ പറ്റിയാണ് ആ പാട്ട്. ഡ്യുവറ്റ് സോങ് പാടിയിട്ടുണ്ട്, അഭയകുമാർ ആലപ്പി എന്ന് പറഞ്ഞ സിംഗറുമായിട്ട് പാടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഇന്റർവ്യൂ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഒറ്റ കോളും കൂടി നമുക്ക് ചെയ്യാം. ഇനി ആരെയാപ്പാ? ഒരു മിനിറ്റ്, ഞാൻ പറയുന്ന ഒരാളെ അനുകരിച്ച് കാണിക്കാമോ? അലൻ ജോസ് പെരേരനെ ഒന്ന് അനുകരിച്ച് ഒന്ന് അനുകരിച്ചേ. നിങ്ങൾ തമ്മിൽ നല്ലൊരു സുഹൃത്തുബന്ധത്തിന് അറിയാം. എങ്ങനെയാ അലൻ ജോസ് പെരേരനെ ഒന്ന് അനുകരിച്ചേ? അലൻ എപ്പോഴും ഒരു ആറ്റിറ്റ്യൂഡിലാണ് നടക്കുവാണ്, ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ അലൻ നിൽക്കത്തുള്ളൂ. അപ്പം എന്നെ ചേച്ചി, എന്ത് ചേച്ചി, അങ്ങനെയൊക്കെയാണ് പറയണത്. ചേച്ചി എങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, അങ്ങനെയൊക്കെ. ആ ചേട്ടനെ ഞാൻ കഴിഞ്ഞ ദിവസമാണ് കാണുന്നത്. ആ സംസാര ശൈലി ഒന്ന് അനുകരിച്ച്. അങ്ങനെ കണ്ട ഒരു സംഭവം തോന്നുന്നില്ല പുള്ളി, ആ ഒരു ഇതാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും രേണു ഒരുപാട് സന്തോഷം. നമുക്കിപ്പോൾ എന്തായാലും ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ വന്നതിൽ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് കുറേ വിമർശനങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടമാണ് നമ്മൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന്. നിയമവിരുദ്ധമായിട്ട് ചെയ്താൽ തെറ്റാണ്. നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്യുന്നില്ല തന്നെയാണ്. നമ്മളൊരു കാര്യം ഇവിടെ വിട്ടുപോയിട്ടുണ്ട്. ഇവിടെ യൂട്യൂബിൽ ഈ അടുത്ത് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമുണ്ട്, ബിഗ് ബോസിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ രേണുവിന്റെ പേര് ഇങ്ങനെ മുഴയും കേൾക്കുന്നുണ്ട്. എന്താണ് ബിഗ് ബോസ് അപ്ഡേഷൻ?
എനിക്കറിയില്ല, എന്നെ വിളിച്ചിട്ടില്ല. വിളിച്ചിട്ടില്ല? ഇല്ല. വിളിച്ചാൽ പോകാൻ താല്പര്യമുണ്ടോ? വിളിച്ചാൽ താല്പര്യമുണ്ട്. കാരണം ഓരോ മനുഷ്യർക്കും താല്പര്യം ഉണ്ടായിരിക്കുമല്ലോ. എല്ലാവർക്കും മിക്കവർക്കും എന്താ പറയാ, ബിഗ് ബോസ് എന്ന് പറഞ്ഞ വലിയൊരു പ്ലാറ്റ്ഫോമാണ്, താല്പര്യം കാണും. അതുപോലെ ഒരു താല്പര്യമുണ്ട്. ഇതേപോലത്തെ പ്ലാറ്റ്ഫോമിൽ പോകാനാണ് സോഷ്യൽ മീഡിയയിൽ പലരും കിടന്നിട്ട് പല അഭ്യാസവും കാണിക്കുന്നത്. എനിക്കറിയില്ല, കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൽ പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹമൊന്നല്ല, എന്നെ വിളിച്ചാൽ ഞാൻ പോകും. അല്ലാതെ ഞാൻ അത് സ്ഥിരം കാണുന്ന ഒരു പ്രേക്ഷകയൊന്നും അല്ല. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് അവിടെ ഒന്നും അറിയില്ല. നമ്മളെ വിളിച്ചിട്ടില്ല, വിളിച്ചാൽ നമ്മൾ പോകും, അത്രേ ഉള്ളൂ. ചെന്ന് കഴിഞ്ഞ ഫ്ലാറ്റും കൊണ്ടാണോ തിരിച്ചു വരിക? അറിയില്ലല്ലോ അതിനെപ്പറ്റി ഒന്നും, നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. മത്സരങ്ങളിൽ ആരെങ്കിലും ചവിട്ടി താത്താനൊക്കെ നോക്കി കഴിഞ്ഞാൽ പേടിച്ചു പോകും? എനിക്ക് അങ്ങനെ പേടിയൊന്നും ഉള്ള ആളൊന്നും അല്ല ഞാൻ. നമ്മുടെ സത്യം എന്താണ്, നമ്മൾ ആരാണോ, ഇപ്പം ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും നമ്മൾ ആരാണോ നമ്മൾ അത് തന്നെയാണ്. സത്യസന്ധമായി വളരെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ നിൽക്കും. സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്. നേരെ ഒന്നിനും വേണ്ടി നമ്മൾ ഒന്നും മാറ്റി പറയില്ല. ഒന്നുമില്ല. ഓക്കെ, നമ്മൾ രേണുവായിട്ട് തന്നെ നിൽക്കും ബിഗ് ബോസിൽ ചെന്ന് കഴിഞ്ഞാൽ. അല്ല, ബിഗ് ബോസ് എന്നെ വിളിച്ചില്ല. ചെന്ന് കഴിഞ്ഞാൽ ഓക്കെ. അതിപ്പോ ബിഗ് ബോസ് എന്നല്ല, ഏത് പ്ലാറ്റ്ഫോം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇതൊരു പ്ലാറ്റ്ഫോം ആണല്ലോ, ഇന്റർവ്യൂ ഒരു പ്ലാറ്റ്ഫോം ആണ്. ഞാൻ ആരാണോ അതാണ് ഞാൻ. ഓക്കെ, അപ്പൊ എന്തായാലും ബിഗ് ബോസിലേക്ക് വിളിക്കട്ടെ. അങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ കോളുകൾ വരട്ടെ, ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഇപ്പൊ ഒരുപാട് സിനിമകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇനിയും ഒരുപാട് മൂവീസൊക്കെ ചെയ്ത് മലയാള സിനിമയുടെ താരനിരയിൽ ഇടം പിടിക്കട്ടെ, വലിയൊരു നടിയാവട്ടെ, ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ. എന്തായാലും വളർന്നു വന്ന കുട്ടികൾക്കും എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരെയാണ്. രേണുവിനും ഒരുപാട് നല്ല വർക്കുകളൊക്കെ ഇനിയും ചെയ്യുക. താങ്ക് യു.